കടത്തിനുമേൽ കടം കയറി നട്ടെല്ലൊടിഞ്ഞ ഒരു രാജ്യം, വിട്ടുമാറാത്ത ആഭ്യന്തര സംഘർഷങ്ങളും ആകാശം മുട്ടെ ഉയർന്ന പണപ്പെരുപ്പവും കാരണം സാധാരണക്കാരൻ ഒരു നേരത്തെ ഭക്ഷണത്തിനു പോലും വകയില്ലാതെ തെരുവിലലയുന്ന ദൈന്യത. ഇതിനു പുറമെ പ്രകൃതി ദുരന്തങ്ങൾ കൂടി ആഞ്ഞടിച്ചതോടെ സർവത്ര തകർന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ പരിഹാസവും അവഗണനയും മാത്രം ഏറ്റുവാങ്ങുന്ന ഒരു രാഷ്ട്രം. അതെ, പാകിസ്ഥാൻ എന്ന രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോഴാണ് ലോകത്തെയാകെ അമ്പരപ്പിച്ചുകൊണ്ട് ഇസ്ലാമാബാദിലെ ആഡംബര ഹോട്ടലുകളിൽ ഇപ്പോൾ സമാധാനത്തിന്റെ പുതിയ ഡീലുകൾ അരങ്ങേറുന്നത്. സ്വന്തം വീട്ടിലെ തീ അണയ്ക്കാൻ കഴിയാത്തവർ ലോക സമാധാനത്തിന്റെ കരാറുകാരായി അവതരിക്കുന്നത് കേവലം നയതന്ത്രമല്ല, മറിച്ച് ആഴത്തിലുള്ള ചില കറുത്ത രഹസ്യങ്ങളുടെ പുകമറയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആഗോള പോരാട്ടം കൊടുമ്പിരി കൊള്ളുമ്പോൾ ലോകത്തിനു മുന്നിൽ വലിയൊരു വളർച്ചയോ സ്വാധീനമോ അവകാശപ്പെടാനില്ലാത്ത പാകിസ്ഥാൻ എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം ഈ വമ്പൻ ശക്തികൾക്കിടയിലെ ബലിയേട്ടനായി മാറിയത്? അമേരിക്കയുടെ കൈപ്പറ്റുന്ന സഹായങ്ങൾക്കും ചൈനയുടെ ചാണക്യതന്ത്രങ്ങൾക്കുമിടയിൽ പാകിസ്ഥാൻ കളിക്കുന്ന ഈ ബ്രോക്കർ കളിക്ക് പിന്നിലെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഇതാ പുറത്തു വരികയാണ്. ഈ നയതന്ത്ര കളിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് പാകിസ്ഥാന്റെ ഈ പെട്ടെന്നുള്ള അവതാരമാണ്. സാധാരണയായി ഖത്തറോ തുർക്കിയോ ഇടപെടാറുള്ള ഇത്തരം തർക്കങ്ങളിൽ ഇത്തവണ പാകിസ്ഥാൻ മുൻനിരയിൽ വന്നത് വെറുമൊരു യാദൃശ്ചികതയല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയും തന്റെ യുദ്ധവിമാനങ്ങൾ തകർന്നു വീണ നാണക്കേടും മാറ്റാൻ ഒരു വഴി വേണമായിരുന്നു. അവിടെയാണ് പാകിസ്ഥാൻ എന്ന ബ്രോക്കറെ ട്രംപ് കൂട്ടുപിടിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ വധത്തിനു ശേഷം മേഖലയിലുണ്ടായ സ്ഫോടനാത്മകമായ അന്തരീക്ഷം തണുപ്പിക്കാൻ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറും ഷഹബാസ് ഷെരീഫും ചേർന്ന് നടത്തുന്ന നീക്കങ്ങൾ അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രമുള്ളതാണ്. പാകിസ്ഥാൻ ഈ ചർച്ചകളിൽ ഒരു നിർണായക ശക്തിയായി മാറിയതിനു പിന്നിൽ വ്യക്തമായ മറ്റു ചില കാരണങ്ങളുമുണ്ട്. ഇറാനുമായി ഏകദേശം 1000 കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഈ പാകിസ്ഥാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഉള്ളിലെ ചലനങ്ങൾ തിരിച്ചറിയാൻ അവർക്ക് വളരെ എളുപ്പമാണ്. ഇതിനു പുറമെ ചൈനയുടെ കടുത്ത പിന്തുണയും പാകിസ്ഥാനുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും സംഘവും ഇസ്ലാമാബാദിൽ തമ്പടിച്ചിരിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതികളിൽ വിട്ടുവീഴ്ച ചെയ്യിക്കാനാണ്. എന്നാൽ ഈ ചർച്ചകളിൽ ഇസ്രയേലിനെ പാടെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇതിനർത്ഥം അമേരിക്കയ്ക്ക് സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ തൽക്കാലം ഒരു ബ്രേക്ക് വേണം എന്നത് മാത്രമാണ്. വാസ്തവത്തിൽ ഈ സമാധാന ചർച്ചകൾ കൊണ്ട് ലോകത്തിന് എന്ത് ഗുണമുണ്ടാകുമെന്നത് കണ്ടറിയണം. ഹോർമൂസ് കടലിടുക്കിലെ മൈൻ ഭീഷണിയും എണ്ണവില വർധനവും അമേരിക്കയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിന്ന് തലയൂരാൻ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് വമ്പൻ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്താണ് ട്രംപ് ഈ നാടകം കളിപ്പിക്കുന്നത്. പണം കൊടുത്താൽ ഏത് പണിക്കും തയ്യാറുള്ള പാകിസ്ഥാൻ ഭരണകൂടം അമേരിക്കയുടെ ചതുരംഗ പലകയിലെ വെറും കരുക്കൾ മാത്രമായി മാറുകയാണിവിടെ. ഇതിനിടയിൽ ഇറാന്റെ വമ്പൻ സ്രാവുകളായ അബ്ബാസ് അരാഗ്ചിയും മുഹമ്മദ് ഗാലിബാഫും ഇസ്ലാമാബാദിൽ വന്നിറങ്ങിയത് വെറുമൊരു സമാധാന ദൂതന്മാരായിട്ടല്ല, മറിച്ച് തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് ഉപരോധങ്ങൾ നീക്കാനുള്ള ബാർഗെയിനിങ് ഉറപ്പിക്കാനാണ്. ഇന്ത്യ ഈ ചർച്ചകളെ വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. പാകിസ്ഥാൻ നടത്തുന്ന ഈ PR വർക്കുകൾക്ക് പിന്നിലെ അപകടം ഇന്ത്യ തിരിച്ചറിയുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ ഇന്ത്യ സ്വീകരിച്ച നയതന്ത്ര കരുത്ത് പാകിസ്ഥാനില്ല. വെറുമൊരു മധ്യസ്ഥനായി ചമഞ്ഞ് ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ വെടിനിർത്തൽ കരാർ എത്രത്തോളം നിലനിൽക്കുമെന്നതിൽ ആർക്കും ഉറപ്പില്ല. സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും ഇസ്രയേൽ ലെബനനിൽ ആക്രമണം തുടരുന്നത് ഈ ചർച്ചകളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. യഥാർത്ഥത്തിൽ ഈ യുദ്ധം അവസാനിച്ചോ? ഒരിക്കലുമില്ല. ഇതൊരു നയതന്ത്ര ഇടവേള മാത്രമാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചും യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ചും ട്രംപ് മുന്നോട്ട് വെച്ച കർശനമായ നിബന്ധനകൾ ഇറാൻ അംഗീകരിക്കാൻ സാധ്യതയില്ല. പാകിസ്ഥാൻ മധ്യസ്ഥനായി നിൽക്കുന്നതുകൊണ്ട് മാത്രം ഇറാൻ തങ്ങളുടെ പരമാധികാരം അമേരിക്കയ്ക്ക് പണയം വെക്കില്ല. ചൈനയും റഷ്യയും ഇതിനിടയിൽ ഇറാന് നൽകുന്ന രഹസ്യ പിന്തുണയും അമേരിക്കയുടെ നീക്കങ്ങൾക്ക് തടസ്സമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമാബാദിൽ നടക്കുന്ന ഈ ഒരു ബഹളങ്ങൾ വെറുമൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറാനാണ് സാധ്യത. അമേരിക്ക നേരിട്ട നാണക്കേടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പാകിസ്ഥാനെ ഒരു മറയാക്കി മാറ്റുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ സമാധാന നാടകം വൈകാതെ പൊളിയുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്.
ആയുധശക്തി കൊണ്ട് ഇറാനെ തകർക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട ട്രംപ് ചതിയുടെയും വഞ്ചനയുടെയും പുതിയ വഴികൾ തേടുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ റോളും വളരെ സംശയാസ്പദമാണ്. സ്വന്തം സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ അമേരിക്കയെയും ഇറാനെയും ഒരേപോലെ കബളിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെ തടിയൂരാൻ പാകിസ്ഥാൻ കളിക്കുന്ന ഈ കളി ഒരുപക്ഷെ പശ്ചിമേഷ്യയെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിട്ടേക്കാം. സമാധാനത്തിന്റെ മറവിൽ നടക്കുന്ന ഈ ഗൂഢാലോചനകൾ പുറത്തു വരുമ്പോൾ ലോകം ഞെട്ടുമെന്ന് ഉറപ്പാണ്. അധികാരം നിലനിർത്താൻ ട്രംപും പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാനും നടത്തുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര പരാജയമായി മാറുമെന്നതിൽ സംശയമൊന്നുമില്ല.